ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എച്ച് റച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സ് നോക്കിയിട്ട് പോവാം. പെട്ടെന്ന് തീർക്കാം. ആകെ 4 അപ്ഡേറ്റ് എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. നമ്മുടെ കൈദി 2 സിനിമ വെച്ചിട്ട് ഒത്തിരി പേര് കാത്തിരിക്കുന്ന സിനിമയാണ് കൈദി 2. കൈദി 1 നമുക്കറിയാമല്ലോ, കിടിലൻ പടമാണ്. അപ്പോൾ ലോകേഷ് ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് കൂളി എന്ന് പറയുന്ന സിനിമ. നമ്മുടെ രജനീകാന്തിനൊപ്പം ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ സിനിമയുടെ വർക്കുകൾ തീർക്കുന്നതിന് മുമ്പ് തന്നെ കൈദി 2 സിനിമയുടെ വർക്കുകളും അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കൂളി സിനിമ തീർക്കുന്നതിന് മുമ്പ് തന്നെ കൈദി 2ൻ്റെ വർക്കുകളും തുടങ്ങും. അപ്പോൾ LCUവിൽ കൈദി 2 കഴിഞ്ഞ് അടുത്ത ഏത് പടമാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോളക്സിനെ വെച്ചിട്ട് ലോകേഷ് പറഞ്ഞനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റോളക്സിനെ വെച്ചിട്ടൊരു സ്റ്റാൻഡ് ലോൺ പടം എന്ന് വെച്ചാൽ കൈദി 2 കഴിയുമ്പോൾ റോളക്സിനെ വെച്ചൊരു സ്റ്റാൻഡ് ലോൺ പടവും അത് കഴിയുമ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ ലാസ്റ്റ് ഒരു പാർട്ട് കൂടെ വെച്ചാൽ വിക്രത്തിൻ്റെ 2ാം ഭാഗം കൂടെ കമൽഹാസനെ വെച്ചിട്ട് എടുത്ത് അതൊരു അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ടൈപ്പിൽ എടുത്തിട്ട് ആ ഒരു സിനിമയും കൊണ്ട് LCU കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ LCUവിൽ ഇനി മൊത്തം 3 സിനിമയും കൂടെ വരുന്നുള്ളൂ. അത് കൈദി 2ൻ്റെ പടവും റോളക്സിനെ വെച്ചിട്ട് സ്റ്റാൻഡ് ലോൺ പടവും വിക്രത്തിൻ്റെ ലാസ്റ്റ് പാട്ടുമാണ്. അതോടെ LCU 2 എന്ന് പറഞ്ഞ LCU എന്ന് പറഞ്ഞ സീരീസ് അവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് എല്ലാം അതാണ് പുഷ്പ 2നെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ്. പുഷ്പ 2 ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിൽ ഫസ്റ്റ് ഡേയിൽ ഏറ്റവും കളക്ഷൻ നേടിയ പടം എന്നുള്ള റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഹയസ്റ്റ് ഗ്രോസർ ഇൻ ഇന്ത്യയാണ് ഇപ്പോൾ പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമ. 12 ദിവസം സിനിമ ഇറങ്ങിയിട്ടുണ്ട്. 12 ദിവസത്തിൽ 1400 കോടിക്ക് മേളിലുള്ള സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. കുറേ സിനിമകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ജവാൻ സിനിമേൻ്റെ കളക്ഷൻ അത് പൊട്ടിച്ചിട്ടുണ്ട്. ഈ സിനിമയൊക്കെ ലൈഫ് ടൈം എടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കളക്ഷനൊക്കെ വെറും 12 ദിവസം കൊണ്ട് പൊടിച്ച് കൈ കൊടുത്തിരിക്കുകയാണ് പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ഈ പടം കേരളത്തിന് കാര്യത്തിലോട്ട് നോക്കുവാണെങ്കിൽ കേരളത്തിൽ വൻ നഷ്ടമായിട്ടാണ് പടം ഓടുന്നത്. പടം എടുത്തത് 22 കോടി രൂപയ്ക്കാണ് അടുത്ത ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. പക്ഷേ 17 കോടി പോലും പടം ഇപ്പോൾ കഷ്ടിച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വലിയ ഫെയിലറായിട്ടാണ് കേരളയിൽ പടം ഓടുന്നത്. ഈ 1400 കോടി എന്ന് പറഞ്ഞതിൽ 1000 കോടി തന്നെ പടത്തിന് ഇന്ത്യയിൽ നിന്ന് കിട്ടിയതാണ്. മിച്ചമുള്ളതാണ് ഓവർസീസ് കളക്ഷനായിട്ട് പടത്തിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അടുത്ത നമുക്ക് വേറൊരു ബോംബിനെ പറ്റി നോക്കാം. അതാണ് കങ്കുവ ബോംബ്. സിനിമ എടുത്തത് 300-350 കോടി രൂപയ്ക്കാണെങ്കിലും വേറെ 105 കോടി രൂപയാണ് പടത്തിന് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇപ്പോൾ ഫൈനൽ എസ്റ്റിമേഷൻ വന്നിരിക്കുന്നത്. ഞാൻ കാലേക്കാം 300 കോടിക്ക് എടുത്ത പടം 100 കോടി തിയേറ്ററിൽ നിന്ന് കിട്ടുന്നു. എന്ത് വലിയ ബോംബായിരിക്കും ഞാൻ കാലേക്കാം. അപ്പോൾ അത്രയ്ക്ക് വലിയ നഷ്ടമാണ് കങ്കുവ സിനിമ. ഏതൊക്കെയാണ് സിനിമ കാണണമെന്ന് എനിക്ക് എന്തെങ്കിലും ഗതികേടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ പടം കാണാൻ പറ്റും. അടുത്താണ് നമ്മുടെ മലയാളത്തിൽ കറൻറ്റ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമ ഇറങ്ങുന്നത് എനിക്കറിയാൻ വരാൻ മാർച്ച് 27 സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ സിനിമേൻ്റെ ഒരു കിഡിലിനൊരു ടീസർ ഇപ്പോൾ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഒന്നെങ്കിൽ ഈ വരുന്ന ജനുവരി 1 തീയതി അല്ലെങ്കിൽ ഡിസംബർ 31 ന്യൂ ഇയർ പ്രമാണിച്ചുകൊണ്ട് പടത്തിൻ്റെ ടീസർ പുറത്ത് വരും എന്നാണ് ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ വരുന്ന ന്യൂസുകൾ അങ്ങനെയാണ് പറയുന്നത്. ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 31 ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് എമ്പുരാൻ 2ൻ്റെ ടീസർ നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത സിനിമയാണ് മാർക്കോ. ഇപ്പോൾ പ്യുവർ റേറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമേൻ്റെ സെൻസർ റിപ്പോർട്ടെല്ലാം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. കുറച്ച് കട്ടുകളേ ഉള്ളൂ. ഇപ്പോൾ പടത്തിൻ്റെ റൺ ടൈമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഏകദേശം 2.5 മണിക്കൂറിനടുത്താണ് പടത്തിൻ്റെ റണ്ണിങ് ടൈം വരുന്നത്. ഇപ്പോൾ പടം ഇറങ്ങുന്നത് എനിക്കറിയാവുന്ന 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അത്ര കൂടുന്നത് ന്യൂസുകൾ പറയാനായിട്ട് നമ്മൾ പെട്ടെന്ന് തീർത്തും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ കാരണം എന്ന് കമൻറ്റ് പറഞ്ഞു തരണം. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.